സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2024 ജനുവരി 14 ഞായറാഴ്ച. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത്. ആദ്യത്തെ കാര്യം നോക്കാം. മറ്റൊന്നുമല്ല, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള തരത്തിൽ ബജറ്റിനെ ഉറ്റുനോക്കുകയാണ് എല്ലാവരും. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് പലരും ബജറ്റിനെ നോക്കിക്കാണുന്നത്. 2024 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റ് 2024-25 വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റായിരിക്കും. അതേസമയം നികുതി ഇളവിൽ എന്തെങ്കിലും വർധനവുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ വ്യക്തിഗത ആദായ നികുതി ഇളവ് നിലവിലെ 7 ലക്ഷത്തിൽ നിന്ന് 7.5 ലക്ഷം രൂപയായി ഉയർത്തിയേക്കുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ധനമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നേരത്തെ ഇത് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, ധനമന്ത്രി സീതാരാമന് റെയിൽവേക്ക് ഉയർന്ന മൂലധന വിഹിതം നീക്കിവെച്ചേക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട കണക്ടിവിറ്റി ലക്ഷ്യമാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകും. കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 5 ഇരട്ടിയായി ഉയർന്നു. 2015 സാമ്പത്തിക വർഷത്തിലെ 22,652 കോടി രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 1.15 ലക്ഷം കോടി രൂപയായി വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പ്രതീക്ഷ. ഹരിതം, ഊർജം, കയറ്റുമതി ഇവ മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശമുണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ബജറ്റുമായി ബന്ധപ്പെട്ട് ഏറെ ശുഭാപ്തി വിശ്വാസമാണ് പലരും പങ്കുവെക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ള കാര്യം ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പങ്കുവെക്കാനുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് നേടുക എന്ന് പറയുന്നത് ഇനി എളുപ്പമുള്ളതായിരിക്കില്ല. അത്തരത്തിലുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കാനുള്ള തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് നടപടി കർശനമാക്കുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാറും വ്യക്തമാക്കുന്നത്. ലേണേഴ്സ് പാസ്സാകാൻ 30 ചോദ്യങ്ങളിൽ 25ഉം ശരിയാക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് നടപടി കർശനമാക്കി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇനി നിസ്സാര കാര്യങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യില്ലെന്നും പുതിയ ഉത്തരവ് വരുന്നതായും മന്ത്രി സൂചിപ്പിച്ചു. ഇത്തരത്തിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് അടിമുടി മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം. ഇത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ ഉടനടി വന്നേക്കുമെന്നും മന്ത്രി അറിയിക്കുകയായിരുന്നു. എന്തുതന്നെയായാലും ലൈസൻസുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങളും ജാഗ്രതയോടെയും മുന്നോട്ടു പോകാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് പ്രവാസികൾക്ക് ഏറെ സഹായകരമാകുന്ന ഒരു കാര്യമാണ്. പ്രവാസികൾ ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ പ്രവാസികളുണ്ടെങ്കിൽ ഇക്കാര്യം പങ്കുവെക്കുക. പ്രവാസികൾക്കും സ്വയം പഠിക്കാൻ സ്വയം പദ്ധതി. മാറുന്ന കാലത്തിനൊത്ത് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗകര്യപ്പെടുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വയം പാഠ്യപദ്ധതി. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഓൺലൈനായി പഠിക്കുന്നതിനും ചുരുങ്ങിയ ചെലവിൽ പരീക്ഷ എഴുതി ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും സ്വയം പദ്ധതി പ്രവാസികൾക്ക് ഏറെ സൗകര്യമായ വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കുന്നു. കോഴ്സുകളുടെ ഉന്നത നിലവാരം ഉറപ്പുവരുത്തുന്നതിനും കൃത്യമായ നിർവഹണത്തിനുമായി ഇന്ത്യയിലെ ഏറെ പ്രശസ്തമായ UGC, NCERT, IGNOU, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള 9 സ്ഥാപനങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ്, ഹെൽത്ത് സയൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ്, ഡിസൈൻ, നിയമം, മാത്സ് ആൻഡ് സയൻസ്, ടീച്ചർ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ 300-ലധികം കോഴ്സുകളിൽ പഠനം നടത്താം. കാലാവധി 4 ആഴ്ച മുതൽ 24 ആഴ്ച വരെയാണ്. കേരളമടക്കമുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളം പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റിനായി മിക്ക കോഴ്സുകൾക്കും ചെലവ് 1000 രൂപ മാത്രം. ഇതിനായി ഗൾഫ് നാടുകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. അറബി അടക്കമുള്ള ഭാഷാ പഠനവും ലഭ്യമാകുമെന്ന് ബന്ധപ്പെട്ട അധികൃതരും അറിയിച്ചു. നാലാമതായി ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവെക്കാനുള്ളത് സ്വിഫ്റ്റ് ബസ്സുകളിൽ ട്രാൻസ്ജെൻഡറുകൾക്കും വനിതകൾക്കും അവസരം എന്നുള്ള റിപ്പോർട്ടാണ്. സ്വിഫ്റ്റ് ബസ്സുകളിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് അവസരം നൽകാനൊരുങ്ങിയിരിക്കുകയാണ് KSRTC. ഡ്രൈവർ കം കണ്ടക്ടർമാരായാണ് നിയമനമുണ്ടായിരിക്കുക. അപേക്ഷ ക്ഷണിച്ച് നാളെ പരസ്യം നൽകുമെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം ഡ്രൈവർമാരായി ട്രാൻസ്ജെൻഡർമാരെ നിയമിക്കും. പിന്നീട് KSRTC തന്നെ കണ്ടക്ടർമാർക്കുള്ള പരിശീലനം നൽകുകയും ചെയ്യും. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യം വെച്ചാണ് ട്രാൻസ്ജെൻഡറുകളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതേസമയം വനിതകളുടെ കാര്യത്തിൽ
600 ഡ്രൈവർ കണ്ടക്ടർ ഒഴിവുകളാണുള്ളത്. ആദ്യ ബാച്ചിൽ നിയമനം നേടിയ 4 വനിതകൾ തിരുവനന്തപുരം സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ ഓടിക്കുന്നുണ്ട്. ഹെവി ലൈസൻസ് ഉള്ളവർക്ക് പുറമെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള വനിതകൾക്കും അപേക്ഷിക്കാം. ബസ് ഓടിക്കാൻ KSRTC പരിശീലനം നൽകും. നീളമുള്ള ഡീസൽ ബസ്സുകൾക്ക് പകരം ചെറിയ ഇലക്ട്രിക് ബസ്സുകളിലാകും ഇവരെ നിയോഗിക്കുക. പരിശീലനം ഡീസൽ ബസ്സിലായിരിക്കും. ഹെവി ലൈസൻസ് ഉള്ളവർക്ക് 35 വയസ്സും LMV ലൈസൻസ് ഉള്ളവർക്ക് 30 വയസ്സുമാണ് പ്രായപരിധി. ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും 5-ാമത്തെയും കാര്യം നോക്കാം. മറ്റൊന്നുമല്ല, ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആധാർ ലോക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. രാജ്യത്തെ എല്ലായിടങ്ങളിലും ഐഡന്റിറ്റി കാർഡായി ആധാർ ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആധാർ സംരക്ഷിക്കേണ്ടത് അതിപ്രധാനമാണ്. വ്യക്തികൾക്ക് അവരുടെ ആധാർ നമ്പറുകൾ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് ആധാർ ലോക്കിംഗ്. വ്യക്തികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ ആധാർ ആപ്പ് വഴി UID ലോക്ക് ചെയ്യാൻ സാധിക്കും. മൈ ആധാർ എന്ന ഓപ്ഷന് താഴെയുള്ള ആധാർ ലോക്ക് ആൻഡ് അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുകയും ഇതിൽ എങ്ങനെ ആധാർ ലോക്ക് ചെയ്യാമെന്ന വിശദാംശങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ആധാർ ലോക്ക് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.